ഫിലിപ്പീൻസിൽ അഗ്നിപർവ്വത സ്ഫോടനം. സെൻട്രൽ നഗ്രോസ് ദ്വീപിലെ കാൻലോൺ മലനിരയിലെ അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. ഇതോടെ മധ്യ ഫിലിപ്പീൻ മേഖലയിൽ നിന്ന് 87,000 ആളുകളെ ഒഴിപ്പിച്ചു. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് വിമാന സർവീസുകൾ റദ്ദാക്കി. പ്രദേശത്ത് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. രാജ്യത്തെ ഏറ്റവും സജീവമായ 24 അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് കാൻലോൺ. 53 ചൈനീസ് സൈനിക വിമാനങ്ങളും 11 നാവിക കപ്പലുകളും 8 ഔദ്യോഗിക കപ്പലുകളും തായ്വാന് സമീപം കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 23 വിമാനങ്ങൾ തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ കടന്ന് വടക്ക് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് പ്രദേശത്തെ വ്യോമയാന പ്രതിരോധ മേഖലയിൽ പ്രവേശിച്ചതായി തായ്വാൻ വ്യക്തമാക്കി. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ദക്ഷിണ കൊറിയയിൽ സൈനിക നിയമം ഏർപ്പെടുത്താനുള്ള പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ ശ്രമത്തെ തുടർന്ന് പോലീസ് പ്രസിഡന്റിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു. പ്രസിഡന്റും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളും നിലവിൽ കലാപ ആരോപണങ്ങൾ നേരിടുകയാണ്. പലർക്കും യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വംശജ ഹർമീത് കെ ധില്ലനെ യുഎസ് നീതിന്യായ വകുപ്പിലെ സിവിൽ റൈറ്റ്സ് അസിസ്റ്റന്റ് അറ്റോർണറി ജനറലായി നാമനിർദ്ദേശം ചെയ്ത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തെ മികച്ച അഭിഭാഷകരിൽ ഒരാളാണ് ഹർമീദെന്ന് നിയുക്ത പ്രസിഡന്റ് പ്രശംസിച്ചു. പൌരാവകാശങ്ങൾ സംരക്ഷിക്കാൻ തന്റെ കരിയറിൽ ഉടനീളം ശ്രമിച്ചയാളാണ് ഹർമീദെന്ന് ട്രംപ് പറഞ്ഞു. യുകെയിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് യൂണിയൻ സൊസൈറ്റിയുടെ പ്രസിഡന്റായി ഇന്ത്യൻ വംശജയും വിദ്യാർത്ഥിനിയുമായ അനുഷ്ക കെ കാലെ 126 വോട്ട് നേടിയാണ് അനുഷ്ക പ്രസിഡന്റ് പദവിയിൽ എത്തിയത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 1815 രൂപീകൃതമായ ഡിബേറ്റിംഗ് സൊസൈറ്റി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംവാദ സമൂഹമാണ്. പ്രസിഡന്റ് പദവിയിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വംശജയും 4ാമത്തെ ഏഷ്യൻ വംശജയുമാണ് അനുഷ്ക കാലെ.